നിങ്ങളെത്ര സീരിയസ് ആയിട്ട് നിൽക്കാനാണെങ്കിൽ ഞാൻ ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകല്ലോ കേട്ടോ. ഇവരൊക്കെ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, പ്രേക്ഷകരെ പറഞ്ഞു തരാം. കുറച്ചു പേരുടെയൊക്കെ മുഖങ്ങൾ നമുക്ക് സുപരിചിതമായിരിക്കാം. എങ്കിലും നമ്മുടെ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതുപോലെ കഴിവുള്ള ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. അങ്ങനത്തെ കഴിവുള്ള ആൾക്കാർ നമ്മുടെ ഈ ഫ്ലോറിൽ വരുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ആണോ അല്ലയോ? കലോത്സവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ വരും. ഈ കലോത്സവത്തിൽ പങ്കെടുത്ത ചുണക്കുട്ടികളാണ് നമ്മളോടൊപ്പം ഇന്ന് കോമഡി മാസ്റ്റേഴ്സിൽ. ഇത് മാത്രമല്ല, ഹായ് വൈഷ്ണവി, ഹായ് മാധവ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇവരും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. മാധവിനെ ഓർമ്മയുണ്ടോ? മാധവനെ ഫസ്റ്റ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായില്ല, കാരണം ഇവര് പെട്ടെന്ന് വളരുമല്ലോ. അപ്പൊ നമ്മളിപ്പോ കണ്ടിട്ട് ഒരു 6-7 മാസമായി കാണും. എവിടെയാണ് കണ്ടത്? നമ്മുടെ ഈ ഫ്ലോറിൽ സ്കിറ്റ് ചെയ്തോണ്ടിരുന്ന പെട്ടെന്ന് അവൻ ഹൈറ്റ് ഒക്കെ വെച്ച് വേറൊരാളായിരിക്കുന്നു. അതെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മാധവനെ കാണാൻ സാധിച്ചതിൽ. പെർഫോമൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണണം. ആദ്യം നമുക്ക് ഈ കൂട്ടുകാരുടെ പെർഫോമൻസിലേക്ക് കടക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും. വൈഷ്ണവിനെ നിങ്ങൾക്ക് കണ്ടു പരിചയം ഉണ്ടാവുമല്ലോ. വൈഷ്ണവി വൈറലായിരുന്നു. ജൂനിയർ നവ്യ നമ്മുടെ കാലഘട്ടത്തിലെ നവ്യതരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ അതാ പോരാടിയത് എന്തിനാണെന്നുള്ളത് നമുക്കറിയാം. അതൊരു വിഷമമുള്ള കാര്യമാണെങ്കിലും ഇവിടെ അതൊക്കെ വിടാം. ഫുൾ ഫൺ. നമുക്ക് വൈഷ്ണവിയുടെ പെർഫോമൻസും കാണണം. ഇനി എന്റെ ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. മീറ്റ് ദ വൺ ആൻഡ് ഓൺലി മീതിക. എന്നാ പേര്, നല്ല വെറൈറ്റി പേര്. മീതിക എവിടുന്ന് വരുന്നു? ഞാൻ എറണാകുളം. ചെറായി അടുത്ത് തന്നെയാണ്. ഓക്കെ മീതിക, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വീണ്ടും നമുക്ക് മിമിക്രി ആണ് കാണാൻ സാധിക്കുക. ആൻഡ് ഇഷാൻ, പേര് ഇഷാൻ. എവിടുന്നാ വരുന്നത് ഇഷാൻ? എറണാകുളം നോർത്ത് കോർ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എറണാകുളംകാരാണ്. മുഹമ്മദ് നയീം, ഐറ്റം ഏതാണ് മുഹമ്മദിന്റെ? രണ്ടും ഉണ്ട്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് കിടിലായിട്ട്. ഏത് ഗ്രേഡാണ് കിട്ടിയത്? എ ഗ്രേഡ് ആണ് കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻസ്. എവിടെ സ്ഥലം എവിടെയാ? പാലക്കാടാണ്. അപ്പൊ പല ജില്ലകളിലെ മത്സരം നമ്മളത് ഇപ്പം ഇവിടെ ലൈവായിട്ട് ഇവരുടെ പെർഫോമൻസ് കാണാൻ പോവുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. അതായത് കലോത്സവം, ആ ഒരു കാലഘട്ടം, നിങ്ങൾ ചെയ്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. എല്ലാരും പോയിട്ടുണ്ടല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ ചേച്ചി ഇല്ലാത്തത്. ഞാൻ ഇനോഗ്രേഷൻ വരെ പോയി കലോത്സവത്തിന്. ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 62ാമത് സ്റ്റേറ്റ് കലോത്സവത്തിൽ മോണാക്ടിനും മിമിക്രിക്കും ജഡ്ജായിരുന്നു ഞാൻ. ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ നമുക്ക് സാർ മോണോ ആക്ട് കാണണോ മിമിക്രി കാണണോ? സാർ പറയും. മിമിക്രി തുടങ്ങാം. അല്ല, എന്റെ കോമഡി എന്താണെന്ന് അറിയാമോ? ഞാൻ മിമിക്രിക്ക് ജഡ്ജായിട്ടാണ് പോയത്. അപ്പൊ അവിടെ അന്ന് സ്പോട്ടിൽ ഒരു ജഡ്ജിനെ അവര് എന്തോ കണ്ടുപിടിച്ചിട്ട് ആ ജഡ്ജി മാറാൻ പറഞ്ഞു. അപ്പൊ പകരം വേറെ ജഡ്ജില്ല. അപ്പൊ ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങിയാണ്. എനിക്ക് 1 മണിക്ക് ശേഷം തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ റൂമിലൊരു പോലീസും ഒരു ഡ്രൈവറും വന്നിട്ട് സാർ പെട്ടെന്ന് റെഡി ആവണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ റെഡിയായി. പഴയ കേസിന് പോകാൻ പറ്റില്ല. അപ്പൊ അവർ നേരെ വന്നു, എന്നൊരു ഇന്നോവയ്ക്കകത്ത് കയറ്റി നേരെ പോവുകയാണ്. അപ്പൊ അവിടെ മോണോക്ട് സ്റ്റക്കാണ്. അപ്പൊ 2 ജഡ്ജേ ഉള്ളൂ. അപ്പൊ മറ്റേ ജഡ്ജിനെ മാറ്റിക്കൊണ്ട് എന്നെ വരണം. അന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പൊ ഞാൻ വരുമ്പോൾ അവിടെ പോലീസ് എല്ലാം ഇതായിട്ട് നിൽക്കണം. കാരണം അതായത് ഈ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷിതാക്കളുണ്ടല്ലോ, അവർ അത്രയും കണ്ണിങ്ങാ. ജില്ലയിൽ പങ്കെടുത്ത ഒരു ജഡ്ജിനെ സ്റ്റേറ്റിൽ ഇരുന്നൂടാ. ആ ജഡ്ജി ജില്ലയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ പുള്ളി അയോഗ്യനായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വരുമ്പോൾ ഫുള്ള് കലിപ്പാ. ഭാഗ്യം പോലെ 10 പേർക്ക് നമ്മൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ വന്നപ്പോൾ കൈയടിയായിരുന്നു. ഞാൻ എന്നിട്ടാ എനിക്ക് ഉള്ളു ഇടിയായിരുന്നു. അല്ല, കമലുവിന്റെ പുള്ളിക്ക് ഈ ജഡ്ജ്മെന്റ് അറിയില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വേറെ വിഷയം നടക്കും. ആ ടെൻഷൻ ഉണ്ട് പുള്ളി. അല്ല, എന്നിട്ട് അതല്ല, അതിൽ ഞാൻ സെൻട്രൽ ജഡ്ജായിരുന്നു. അത് സെൻട്രൽ ജഡ്ജിന് കുറച്ച് പണി കൂടുതലാ. 3 ജഡ്ജിൽ സെൻട്രൽ ഇരിക്കണോടാ. സീറ്റ് മാറിയിരുന്ന സെൻട്രൽ ജഡ്ജിന് എന്താ പ്രത്യേകത? ശരിയായിട്ട് ചെയ്തില്ല. ക്യാമറ മെയിൻ ക്യാമറയിലല്ലേ? അല്ല, അവർക്കറിയാം. അങ്ങനെയുണ്ടോ മിതിക? അത് രഹസ്യമാണ്. അതെന്ന് നമ്മളെ കലോത്സവ രഹസ്യങ്ങൾ വെളിവിടല്ലേ പ്ലീസ്. ശരി, എന്നാ പരസ്യമായിട്ട് നമുക്ക് പെർഫോമൻസ് കാണുന്നതിന് കുഴപ്പമില്ല. ശരി, എന്നാ നമുക്ക് മേതിക്കിൽ നിന്നും പെർഫോമൻസ് തുടങ്ങാം. കാന്താര തീം സോങ്. യെസ്. അടുത്തത് ഡോറാബുജി. നല്ല കൈയടി. കാട് പാലം ഡോറയുടെ വീട്, കാട് പാലം ഡോറയുടെ വീട്. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. ഫുൾ ഡോറാബുജി ഫാൻസ് ആണ് ഇവിടെ. ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് ആരുടെ കേൾക്കാം അടുത്തത് പെർഫോമൻസ്? യെസ്, ഇഷാൻ റെഡിയാണോ? യാ. മൈ ലവ് ഈസ് ഗോൺ ബൈ അല്ലു അർജുൻ. അയ്യോ, 3
നിസാൻ മോർഫിംഗ് തവളേന്ന് പോത്തിലേക്ക്, പിന്നെ ആർ സെൻറ്റർ ബൈക്കിലേക്ക്. അടിപൊളി അടിപൊളി ഇപ്പോഴാണ് എനിക്ക് ഈ ഇഷാനാണെന്ന് മനസ്സിലായത്. ഈ തവളയെ മാറക്സണ്ടനെ ഞാൻ തപ്പി നടക്കുമായിരുന്നു. ഇത് എവിടെ കിട്ടിയൊരു ഐഡിയ ആണ് ഈ ഒരു സംഭവം ഇങ്ങനെ? അത് എനിക്ക് ഞാൻ എക്സ്പെരിമെന്റേഷൻ ചെയ്യും കുറെ, അങ്ങനെ കുറെ കണ്ടുപിടിക്കും. ബ്രോ കൂടുതൽ ഒരു വൈബ് ബ്രോ ആണോ ബ്രോ? അങ്ങനെ ബീറ്റ് ബോക്സിംഗ് ഒക്കെ കിട്ടിയത്? ബീറ്റ് ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കണ്ടെടുത്താണ്. ആണ്. വേറെ എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കാം? മഴയുടെ സൗണ്ട് ഉണ്ടാക്കാറുണ്ടോ? മഴയുടെ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. മഴയുടെ സൗണ്ട് ഒന്ന് കേട്ടാലോ? അയ്യോ അടിപൊളി. ഒരു തിയേറ്ററിലൊക്കെ പോയിരുന്ന് കേൾക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഗംഭീരമായിരുന്നു. അടിപൊളി അടിപൊളി. ഇഷാന്റെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതും വൈറലായതും ബൈക്കുകളുടെ സൗണ്ട്, കാറുകളുടെ സൗണ്ട് ഉണ്ട്. അപ്പൊ ആ സൗണ്ട് കുറച്ച് കേൾക്കാൻ പറ്റുമോ? നിസാൻ സ്കൈലൈൻ RB26. അടുത്ത ഏത് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും? ബൈക്കാണോ കാറാണോ? അടുത്ത് വേണമെങ്കിൽ പടക്കത്തിന്റെ ഉണ്ടാക്കാം. പടക്കം. എന്നാ പടക്കം കേൾക്കാം. വെടിക്കെട്ട് വെടിക്കെട്ട്. വിഷു കഴിഞ്ഞു. എന്തായാലും മോനെ നീ വീട്ടില് വരണേ ദിവാലി സമയത്ത്. എന്തായാലും എയർ പൊല്യൂഷൻ വേണ്ട എനിക്ക്. ഇത് മതി ഒന്നുമില്ലെങ്കിൽ. അങ്ങനെ നമ്മള് കാറിന്റെ സൗണ്ടും കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നഈം, മുഹമ്മദ് നഈം. എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റാ? ഞാൻ ആദ്യം നെസ്ലിന്റെ ശബ്ദം. അത് അവൻ സമ്മതിച്ച് എന്ത് പണ്ടാറോണവൻ ഒരുമാതിരി ചാടിയും ചെന്നപ്പോ തന്നെ 5 ഡയലോഗും. എനിക്കാണെങ്കിൽ അകപ്പാടെ പൊളിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആഴ്ചയായി പോയി. എടാ ഇവനാര് കൊണ്ടോട് നോക്കലോട്ടെ, നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിറകെ പോവാൻ. വേടന്റെ ശബ്ദം. വണക്കം 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 മക്കളെ. മരത്തിന്റെ മഞ്ഞം മുറിഞ്ഞ് കാക്കി ഭൂതങ്ങൾ വലന്നുറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമൂതുമ്പോൾ അമ്മ കിളി കരഞ്ഞ് പൊന്നമകൾ ഒരു തീ നിന്റെ മാറ് തുളഞ്ഞല്ലോ മന്നവും തകർന്ന് പെരുങ്കാട് കരഞ്ഞല്ലോ മലയിൽ ഒരു വെടുത്ത് അരുവിരണം നിറഞ്ഞ് അറകം പോൽ കരിഞ്ഞല്ലോ. വണക്കം 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 മക്കളെ. അമ്പാന്റെ ശബ്ദം. അണ്ണമ്പട്ടി ജ്യൂസ് ഇടയിൽ ജ്യൂസ് അടിച്ചോണ്ടിരിക്കരുത്. അണ്ണ ചാടി തോളത്ത് കൂടെ ചവിട്ടി 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 ജമ്മെടുത്തവർ തോളത്ത് കുത്തി 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 കൊന്ന്. അണ്ണമ്പട്ടി പതിനത്തെ ഞാൻ അടിച്ച് പൂസാർന്ന്. എന്താ നിനക്ക് ബോറടിച്ചാ? മാസം വേണ്ടേ? ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇവരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടല്ലേ നിൽക്കുന്നേ? ഞാൻ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ ഇതൊക്കെ ചെയ്തു പോകുന്നത്. എന്റെ പേടി തോന്നുന്നുണ്ടോ? ഇല്ല, ഇത്ര നിങ്ങൾ അവിടെ ചെയ്യുന്നെങ്കിൽ ഇവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. മേത്തിക്കയുടെ ഒരു പെർഫോമൻസ് കൂടെ നമുക്ക് കേൾക്കാം. വെള്ളാപ്പള്ളി സാറിന്റെ സൗണ്ട് എടുക്കുന്നു കേട്ടു, അതൊന്ന് കേൾക്കണം. കപ്പലിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കപ്പയ്ക്കും കഞ്ഞിക്കുള്ള കൂപ്പൺ കപ്പിത്താന്റെ കുപ്പായത്തിലുണ്ട്. കിട്ടിയില്ലെങ്കിൽ പപ്പ എന്ന് പറയരുത്. ചേച്ചി ഇതുവരെ അടിപൊളിയായിട്ടുണ്ടായില്ലേ? സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടല്ലോ? ഇതാണ് നമ്മുടെ പിള്ളേര്. ഇവരാണ് ഇനി അങ്ങോട്ടേക്ക് ഭാവി എന്ന് പറയുന്നതും യങ് ജനറേഷൻ തന്നെ ആവട്ടെ. ട്രൂ. നമ്മളുടെ ഇപ്പൊ വരാൻ പോണ ഈ ജനറേഷൻ ഷുഡ് ബി ഫുൾ ടാലന്റ്സ് ഓറിയന്റഡ്. വേറെ ഒന്നുമല്ല. ഓരോ ഇവിടെ ഈ വേദിയില് ഈ ഏജ് ഗ്രൂപ്പിന്റെ എത്രയോ ആൾക്കാർ എന്തൊക്കെയാ വന്നിട്ടുണ്ട്. സൂപ്പർ. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് യു. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസും ഉണ്ട് ഇത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ഷോ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും. സോ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കാം.